കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിനെ കാണാനൊരുങ്ങി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. അടുത്ത തിങ്കളാഴ്ചയാണ് ഷീ ജിൻപിങ് ഉത്തര കൊറിയയിൽ എത്തുന്നത്. ചൊവ്വാഴ്ച മടങ്ങും. ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുമെന്ന് രണ്ട് രാജ്യങ്ങളുടെയും ഔദ്യോഗിക വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചു. 2019 ശേഷം ഷീ നടത്തുന്ന ആദ്യ ഉത്തര കൊറിയൻ സന്ദർശനമാണിത്. ഷീയും കിമ്മും അവസാനമായി കണ്ടത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. അന്ന് ബീജിംഗിൽ നടന്ന സൈനിക പരേഡിൽ ഉത്തര കൊറിയൻ നേതാവ് വിശിഷ്ട അതിഥിയായിരുന്നു. ആ പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പങ്കെടുത്തിരുന്നു. ഈ വർഷത്തെ ഷീയുടെ ആദ്യ വിദേശയാത്ര കൂടിയാണിത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷന്റെ വാർഷിക ഉച്ചകോടിക്കായി ദക്ഷിണ കൊറിയയിലേക്ക് നടത്തിയ യാത്രയായിരുന്നു ഷീയുടെ അവസാന വിദേശ സന്ദർശനം. അന്ന് ഷീ ട്രംപുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ട്രംപിന്റെ രണ്ടാം വരവിനും ഇറാൻ യുദ്ധത്തിന് ശേഷമുള്ള പുതിയ ലോക സാഹചര്യങ്ങളിൽ ചൈനയുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിച്ചതായാണ് നയതന്ത്ര നിരീക്ഷകർ കരുതുന്നത്. വിദേശ നേതാക്കൾ തുടർച്ചയായി ചൈന സന്ദർശിക്കുകയാണിപ്പോൾ. 2026 മാത്രം 17 ലോക നേതാക്കൾ ബീജിംഗിലെത്തി. ഈ ആഴ്ച ലാവോസ് പ്രസിഡന്റ് ചൈനയിൽ എത്തുന്നുണ്ട്. ട്രംപ് തന്നെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉത്തര കൊറിയൻ ആണവ പദ്ധതി നിർത്തലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത്. എന്നാൽ ചർച്ചകൾ അലസിപ്പോവുകയും കിം ആണവ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അന്താരാഷ്ട്ര ഉപരോധങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഉത്തര കൊറിയ തങ്ങളുടെ ആണവായുധ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഉത്തര കൊറിയയുമായി നയതന്ത്രം പുനരാരംഭിക്കാൻ താൽപര്യമുണ്ടെന്ന് ട്രംപ് ഈയിടെയും വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ മാസം നടത്തിയ ചൈന സന്ദർശനത്തിനിടെ ഷീയും ട്രംപും കൊറിയൻ ഉപദ്വീപിലെ പ്രശ്നങ്ങളും ചർച്ച ചെയ്തിരുന്നു. ഉത്തര കൊറിയയെ ആണവമുക്തമാക്കുക എന്നത് ഇരു നേതാക്കളുടെയും പൊതുവായ ലക്ഷ്യമാണെന്നാണ് അന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറഞ്ഞത്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികളെ ജാഗ്രതയോടെയാണ് ചൈന കാണുന്നത്. മേഖലയിൽ അമേരിക്കയുടെ ശ്രദ്ധ വർദ്ധിക്കാനും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഉത്തര കൊറിയയിൽ അസ്ഥിരത ഉണ്ടാവാനും ഇത് കാരണമാവുമെന്നാണ് ചൈനയുടെ ആശങ്ക. അതേസമയം ഈയിടയ്ക്ക് സ്വന്തം ആണവശേഷി വ്യക്തമാക്കുന്ന ചിത്രം ഉത്തര കൊറിയ പുറത്തുവിട്ടിരുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ തങ്ങളുടെ ആണവ ആവനാഴിയിലെ ഏറ്റവും പുതിയ കാൽവെപ്പായ പുതിയ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് സന്ദർശിക്കുന്നതിന്റെ ചിത്രമാണ് ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഉത്തര കൊറിയ തങ്ങളുടെ ആണവ ശേഖരം അതിവേഗം വർദ്ധിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് US ഇന്റലിജൻസ് വിശകലനങ്ങൾ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. സെൻട്രിഫ്യൂജുകളുടെ നിരകൾക്ക് ഇടയിലൂടെ കിം നടന്നു പോകുന്നതാണ് പുറത്തുവിട്ട ചിത്രം. കിമ്മിനൊപ്പം ആണവ ശാസ്ത്രജ്ഞരും ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ട്. 5 വർഷത്തെ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചതിന് ആണവ ശാസ്ത്രജ്ഞരെ കിം പ്രശംസിച്ചു. രാജ്യത്തിന്റെ ആണവശേഷി ഊഹിക്കാവുന്നതിലും അപ്പുറമാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ പ്ലാന്റിൽ കൂടുതൽ അത്യാധുനികമായ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉത്തര കൊറിയൻ വാർത്താ ഏജൻസി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 5 വർഷത്തിനിടെ ഉത്തര കൊറിയ ആയുധമുണ്ടാക്കാനുള്ള ആണവ സാമഗ്രികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ പ്ലാന്റ് ആണവ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തങ്ങളുടെ ആണവശേഷി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഉത്തര കൊറിയ പുറത്തുവിടുന്നത് ഇത് ആദ്യമല്ല. 2024 സെപ്റ്റംബറിന് ശേഷം ഇത് 3ാം തവണയാണ് ഇത്തരം ചിത്രങ്ങൾ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നത്. കിം സന്ദർശിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റോ ആണവ സാമഗ്രി ഉൽപാദന കേന്ദ്രമോ ആണെന്ന് വാർത്താ ഏജൻസികൾ വ്യക്തമാക്കിയില്ല. അമേരിക്കയുമായുള്ള ആണവ നിരായുധീകരണ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കിം 5 വർഷത്തെ പുതിയ പദ്ധതി നടപ്പിലാക്കിയത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി നടത്തിയ 3 കൂടിക്കാഴ്ചകളും പരാജയമായിരുന്നു. ഇറാനുമായുള്ള US-ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇറാൻ ആണവായുധ നിർമ്മാണ ശ്രമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുമായി US ചർച്ചകൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഉത്തര കൊറിയയുടെ ഈ പുതിയ നീക്കം. 5400-ലധികം ആണവായുധങ്ങളുമായി റഷ്യയാണ് ലോകത്ത് ആണവശേഷിയിൽ ഇപ്പോൾ മുന്നിലുള്ളത്. തൊട്ടുപിന്നാലെ 5300-ഓളം ആണവായുധങ്ങളുമായി അമേരിക്കയുമുണ്ട്. ഉത്തര കൊറിയയുടെ പക്കൽ നിലവിൽ 90 ആണവ പോർമുനകൾ നിർമ്മിക്കാനുള്ള ആണവ സാമഗ്രികൾ ഉണ്ടെന്നാണ് US കോൺഗ്രഷണൽ റിസർച്ച് ഏജൻസി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 50 പോർമുനകളെങ്കിലും ഉത്തര കൊറിയ ഇതിനകം നിർമ്മിച്ചതായും അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.